ഹലോ ഗൈസ്, നമ്മളിന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അതായത് ബാംഗ്ലൂർ കെമ്പഗോഡ എയർപോർട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള താജ് ഹോട്ടലിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ പോകാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ 60th ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഉള്ള റൂം ടൂറാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സെലിബ്രേഷൻ, നമ്മൾ ഫാമിലി മാത്രമായിട്ട് ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു ബേസിക്കലി നമ്മളവിടെ നടത്തിയത്. അപ്പോൾ ഈ ഒരു സ്യൂട്ട് റൂമിന് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 26,000 റുപ്പീസാണ്. വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% വെർത്തായിട്ടാണ് തോന്നിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം, അതുപോലെ തന്നെ കിടലിനായിട്ടൊരു ബാത്റൂം, നല്ല വെർത്തായിട്ടുള്ളൊരു റൂമായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളെല്ലാം ലക്ഷറിയുടെ ഏറ്റവും ഇതായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എനിക്ക് ആകെപ്പാടെ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ സ്യൂട്ട് റൂംസിൽ ഒരു 2 ബാത്റൂം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്. ഇതിൽ ഒരു ബാത്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് നമ്മളിവിടെ ടൂർ അടിച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇത് വെസ്റ്റ് വിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നത്. അപ്പോൾ ഇവിടെയാണ് റൂംസ് ഉള്ളത്. അപ്പോൾ ഒരു കുറച്ച് അത്യാവശ്യം മെയിൻ എൻട്രൻസിന് കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട് ഈ ഒരു ഇതിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് ബഗ്ഗിയും പിന്നെ അവരെത്തിച്ചു തരും, അല്ലെങ്കിൽ നമുക്ക് നടന്നിട്ട് തന്നെ പോകാം. അത്ര ദൂരമൊന്നും നടക്കാനില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് മെയിൻ എൻട്രൻസിലോട്ടേക്ക് പോകുന്ന വഴിയാണ്. അത് മെയിൻ എൻട്രൻസ് ഒക്കെ നല്ല ഇതായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ലഞ്ച് ഞാൻ ഇവിടെ നിന്നായിരുന്നു കഴിച്ചു, ബുഫേ. അപ്പോൾ മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വേറെയും 2 റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അത് നമുക്കിപ്പം നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇന്ത്യൻ ആൻഡ് ഏഷ്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്പെഷ്യലൈസ്ഡ് ഇൻ ജാപ്പനീസ് കുസീനാണ് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ലോബിയിൽ തന്നെ അവിടെ ഒരു ഓപ്പൺ ബാർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് നടന്നിട്ട് എയർപോർട്ടിലേക്കും പോകാനുള്ളൊരു സൗകര്യമുണ്ട്. അതായത് ഇവിടുന്ന് തന്നെ നമുക്കൊരു കണക്റ്റിംഗ് എൻട്രൻസ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ എയർപോർട്ടിൽ നമുക്ക് നടന്നിട്ട് തന്നെ ഈ ഒരു വാക്ക്വേയിൽ കൂടി കയറി കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്കറിയാമല്ലോ, ബാംഗ്ലൂർ എയർപോർട്ട് വേറൊരു ലെവലാണ്. അവിടെ ഫുൾ റെസ്റ്റോറൻറ്റ്സും പബ്സും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു സ്നാക്കിങ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു ബഗ്ഗി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഗ്ഗി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമ്മളെ മെയിൻ എൻട്രൻസിലോട്ടേക്ക് കൊണ്ടുപോയി വിട്ടു. അതുപോലെ തന്നെ ഇതൊരു ഔട്ട്ഡോർ ഏരിയയാണ്. ഇവിടെ സീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ബാർ ഫെസിലിറ്റീസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ ലൈവ് മ്യൂസിക്കും ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ജിമ്മും കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയ സമയം എന്ന് പറഞ്ഞാൽ ഒരു 8-8:30 ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അത് ഓപ്പൺ ആണ്. ആർക്കും വേണമെങ്കിൽ എപ്പം വേണമെങ്കിൽ പോയിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അടുത്ത ദിവസം മോർണിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയാണ്. ഈ എയർപ്ലെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ റൂം അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൽ കൂടി ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മെനുവിൻ്റെ ഒരു ഗ്ലാൻസും കൂടി ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് നോക്കിയിട്ട് അത് പോസ് ചെയ്തിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വ്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫ്ലൈറ്റ്സ് വരുന്നതും പോകുന്നതൊക്കെ കുറേ കാണാം. ഇപ്പോൾ വ്യൂ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, കുറച്ച് മഞ്ഞുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു. ഭയങ്കര വലിയൊരു സ്പ്രെഡൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം 5 സ്റ്റാർ ഹോട്ടൽസിൻ്റെ ഒരു ലെവൽ വെച്ചിട്ടൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡാണ്. സത്യം പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ്, നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നൊരു ടേസ്റ്റ് ഒന്നും ഒരിക്കലും 5 സ്റ്റാർ ഹോട്ടലിൽ ബുഫേനും ഇതിലൊന്നും കിട്ടില്ല. അപ്പോൾ താജിലാണെങ്കിലും സാധാരണ ഉള്ളതിനെക്കാട്ടും ടേസ്റ്റ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വലിയ സ്പ്രെഡല്ല, സ്പ്രെഡ് അത്യാവശ്യം ലിമിറ്റഡ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അത്രേ ആവശ്യമുള്ളൂ. അതുപോലെ കോഫി, ഞാൻ ഇതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഔട്ട്ഡോർ എൻട്രിയും കൂടി ഉണ്ട്. അതുപോലത്തെ ലഞ്ച് ബുഫേ നമ്മൾ നേരത്തെ കാണിച്ച മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റിലാണ് വരുന്നത്. ലഞ്ചും ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സ്പ്രെഡും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻസ് ആയിട്ട് ഇടും.